കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് കല്യാണം കഴിക്കുന്നതല്ലേ അറിയാതെ കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത്? സിനിമയിൽ സീരിയലിൽ നിന്നൊക്കെ കിട്ടുന്ന ഡയലോഗാണ്. അപ്പൊ അതിനിങ്ങനെ പറയും മക്കള്, എന്ത് ഞങ്ങൾ പരസ്പരം കണ്ട് മനസ്സിലാക്കി. ശരി മക്കളെ, ഞാൻ ചോദിക്കാൻ, കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ള വാചകമാണ് ഇതിൽ ഒന്നാമത്തെ തെറ്റ്. മനസ്സിലാക്കാൻ കഴിയില്ല. വിവാഹത്തിലൂടെയല്ലാതെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇപ്പൊ കാണുന്നതോ അതിന്റെ ഉദാഹരണം പറയാം, മനസ്സിലാകുന്നതിന് വേണ്ടി പറയാം. പ്രേമിച്ച ആളുകൾക്കിടയിൽ സ്വാഭാവികമായൊരു സംസാരം ഉണ്ടല്ലോ, നിങ്ങൾക്കുള്ള ഇടയിലുള്ള ഒരു ടേം ഉണ്ടല്ലോ, എന്താണ് തേപ്പ് എന്നൊക്കെ അല്ലേ? എന്താ തേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാലോ, എന്നെക്കാളും അറിയാലോ. എന്താണ്? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഞാൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ എന്നെ ഒഴിവാക്കി, അവൾ എന്നെ ഒഴിവാക്കി. അതെന്തേ? നിങ്ങൾ പ്രേമിക്കുമ്പം അയാൾ ഒഴിവാക്കും, നിങ്ങൾക്ക് എന്തേ മുന്നേ അറിയൂല. ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരിക്കെ മറ്റൊരാൾക്കുമായിട്ട് അവന് ബന്ധമുണ്ട്, അതെന്തേ? നിങ്ങൾ പരസ്പരം വെള്ളം കുടിക്കുമ്പോഴും വീഡിയോ ചാറ്റ് ചെയ്യുമ്പോഴും വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് എന്തേ അറിയാഞ്ഞത്? അറിയൂല. കൃത്രിമത്വമാണ്. ഒന്നും വേണ്ട. പ്രേമിച്ചവരാണല്ലോ വെള്ളത്തിൽ ജ്യൂസിൽ സയനൈഡ് കൊടുത്തിട്ട് വിഷം കലർത്തിയിട്ട് തന്റെ കാമുകന് കൊടുത്തത്. 5-6 കൊല്ലം പ്രേമിച്ചവർ വിഷം കലർത്തിയ ജ്യൂസ് കൊടുക്കുമ്പം ഈ കൊടുക്കുന്ന ജ്യൂസിൽ വിഷമുണ്ട്, അത് കലക്കാൻ മാത്രം സ്വഭാവ ദൂഷ്യമുള്ളവളാണ് അവൾ എന്ന് 5 കൊല്ലം പ്രേമിച്ചിട്ട് എന്തേ അറിയാഞ്ഞത്? പ്രേമിച്ചിട്ടൊരു ചെറിയ വിഷയം ഉണ്ടായപ്പം അവനവൻ പഠിക്കുന്ന ക്യാമ്പസിലേക്ക് വന്ന് കഠാര കൊണ്ട് കഴുത്തിന് കുത്തുമ്പം ഇവന് ഇത്രയും 4 കൊല്ലം പ്രേമിച്ചപ്പം ഇങ്ങനെ ഒരു മൃഗീയ സ്വഭാവമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് 4 കൊല്ലം പ്രേമിച്ചപ്പോൾ അറിയാഞ്ഞത്? നടക്കുന്നതിനിടയിൽ ട്രെയിനിന്റെ മുന്നിലെത്തിയപ്പോൾ ഷോൾഡർ കൊണ്ട് തള്ളിയിട്ട് കാമുകിയെ കൊല്ലുമ്പം 6 കൊല്ലം പ്രേമിച്ചവരാണ്. 6 കൊല്ലം പ്രേമിച്ചപ്പോഴും ഇയാൾക്ക് കൊല്ലാൻ വാസനയുണ്ട് എന്നെന്തുകൊണ്ട് അറിയാഞ്ഞത്? അള്ളാഹു പറഞ്ഞൊരു വിഷയത്തിനെ നമ്മുടെ നാവ് കൊണ്ട് ന്യായീകരിച്ച് നമ്മൾ തോന്നിയാസത്തേക്ക് പോയാൽ പടച്ചോൻ നമ്മളെ വെറുതെ വിടൂല. എന്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത് മക്കളെ? ഈ ഓഡിറ്റോറിയം കഴിഞ്ഞ് പോകുമ്പം ഒരു അവിഹിതമായ ബന്ധത്തിൽ ഞാൻ പെട്ടാൽ, നിങ്ങൾ പെട്ടാൽ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും. കണ്ണുകൊണ്ട് തെറ്റെയ്യേണ്ടിരുന്നല്ല, കണ്ണുകൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും, കൈ കൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും, നാവോണ്ട് വ്യഭിചരിക്കേണ്ടി വരും, ഫോണോണ്ട് വ്യഭിചരിക്കേണ്ടി വരും, ബാപ്പാനെ ചതിക്കേണ്ടി വരും, ഉമ്മാനെ വഞ്ചിക്കേണ്ടി വരും, ആങ്ങളമാരോടും അധ്യാപകരോടും കളവ് പറയേണ്ടി വരും, ഖുർആനിന്റെ ആയത്തിനെ തള്ളേണ്ടി വരും, നബിയെ നമ്മൾ വലിച്ചെറിയേണ്ടി വരും, ദീനിനോട് പുച്ഛ മനോഭാവം ഉണ്ടാകേണ്ടി വരും. മിനിമം 12 തെറ്റുകളും അതിൽ 10ഓളം വ്യഭിചാര തെറ്റുകൾ ഉണ്ടെങ്കിലേ ഒരു അവിഹിത ബന്ധം നടക്കുള്ളൂ. ആ തെറ്റ് ഹൈസക്കിൽ വന്ന കുട്ടിയാൾക്ക് ഉണ്ടാകരുത്. നിലവിലുണ്ടോ? ഒഴിവാക്കണം. കുടിക്കണ ഒരാളോട് നിങ്ങൾ കുടി നിർത്തണം എന്ന് പറയുന്ന പോലെ നിസ്കരിക്കാത്തൊരു കുട്ടിയോട് നിസ്കാരം നിങ്ങൾ തുടങ്ങണമെന്ന് പറയുന്നത് പോലെ ഇതുവരെ നമ്മൾക്കറിവില്ലാത്തത് കൊണ്ട് ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്, വ്യഭിചാരമാണ്, ഉമ്മാനും ബാപ്പാനും ചതിക്കലാണ്, അള്ളാഹുവിന്റെ ധിക്കാരം കാണിക്കലാണ്. അതുകൊണ്ട് ഞാനില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം.